പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? ഈ വർഷത്തിലേക്കുള്ള വാക്ക് ദൈവം തന്നിട്ടുണ്ടല്ലോ. ആ വാഗ്ദത്തത്തിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കേണ്ടതാണ്. ശരി, ഈ സ്ഥലം വളരെ മനോഹരമായിട്ടുണ്ടല്ലോ എന്ന് നോക്കുകയാണോ? ന്യൂസിലൻഡിന്റെ ഒരു കടൽക്കരയാണ് ഇത്. ഈ നാട് വളരെ മനോഹരമായിരിക്കുന്നു. ദൈവം ഭംഗിയായി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലങ്ങൾ. ഇത് നിങ്ങളും കണ്ട് സന്തോഷിക്കണമെന്ന് കരുതിയാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സന്തോഷമായില്ലേ? ശരി, ഇന്ന് ദൈവം എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന വചനം എന്താണെന്ന് ആലോചിക്കുകയാണോ? 115 സങ്കീർത്തനം 13 വാക്യം. കർത്താവ് ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. വലിയവരെയും ചെറിയവരെയും. ഒരു കുടുംബത്തില് വലിയവരുമുണ്ടാകും, ചെറിയവരുമുണ്ടാകും, അല്ലേ? അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വേറെ അനുഗ്രഹം, വലിയവർക്ക് വേറെ അനുഗ്രഹം. ചെറിയ കുട്ടികൾക്ക് നല്ല ആരോഗ്യമുണ്ടാവണം. ഇടയ്ക്കിടയ്ക്ക് അസുഖം ബാധിക്കുന്ന സ്ഥിതി ഉണ്ടാകുമല്ലേ? ആരോഗ്യമുണ്ടാവണം. കുട്ടികൾക്ക് ജ്ഞാനം വേണം. കുട്ടികൾക്ക് കഴിവുകൾ വർദ്ധിക്കണം, ടാലന്റുകൾ വർദ്ധിക്കണം. അവരെ ദൈവം അനുഗ്രഹിക്കണം. മക്കളെ ദൈവം അനുഗ്രഹിക്കണം. വലിയവരാണെങ്കിൽ കൈകളുടെ പ്രവൃത്തിയെ ദൈവം അനുഗ്രഹിക്കണം. വരുമാനത്തെ ദൈവം അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകണം. ഇങ്ങനെ ഓരോരുത്തർക്കും അനുഗ്രഹം വ്യത്യസ്തമായിരിക്കും. പക്ഷേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. അമ്മമാർ ചെറിയ മക്കളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നില്ലേ? ശിഷ്യന്മാർ അവരെ തടഞ്ഞു. കുട്ടികൾ യേശുവിനെ ശല്യപ്പെടുത്തും, വേണ്ട എന്ന്. യേശു പറഞ്ഞു, കുട്ടികളെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, അവരെ തടയരുത് എന്ന് പറഞ്ഞ് കുട്ടികളുടെ മേൽ കൈവച്ച് അനുഗ്രഹിച്ചു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ? അപ്പോൾ കുട്ടികളുടെ മേൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അപ്പോൾ യേശുവിന്റെ കൈകൊണ്ട് തൊട്ടാൽ തന്നെ മക്കൾ പരിപൂർണ അനുഗ്രഹം ലഭ്യമാക്കും, സൗഖ്യം പ്രാപിക്കും, ജ്ഞാനം ലഭ്യമാക്കും, കഴിവുകളെ ലഭ്യമാക്കും. ദൈവം എല്ലാ വിധത്തിലും അനുഗ്രഹിക്കും. വലിയവരായ നിങ്ങൾക്കും ഒരു അനുഗ്രഹം ആവശ്യമുണ്ടല്ലേ? എന്റെ കൈകളുടെ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലേ? ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ട് ഒരു കുടുംബത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ യഹോവയെ ഭയപ്പെടണം. യഹോവയെ ഭയപ്പെടുന്ന ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? യഹോവയെക്കുറിച്ച് പേടിയുണ്ടോ? ദൈവത്തെക്കുറിച്ച് ഭയമുണ്ട് എങ്കിൽ പാപത്തിൽ നിന്നും ഒഴിഞ്ഞു ജീവിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് ഭയപ്പെടുന്ന ഭയം. അപ്പോൾ യഹോവയ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്തിട്ട് ഞാൻ യഹോവയെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതൊരു നുണപറച്ചിലായിരിക്കും. നാം ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന കാര്യത്തിൽ നിന്നകന്ന് ജീവിക്കുവാനായി നമ്മെ സമർപ്പിക്കണം. ചെറിയ കുട്ടികളും അനുഗ്രഹിക്കപ്പെടണം, അല്ലേ? നിങ്ങൾ അച്ഛനമ്മമാർക്ക് കീഴടങ്ങണം. പാഠങ്ങൾ നന്നായി പഠിക്കണം. വലിയവരെ ബഹുമാനിക്കണം. ദൈവം നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ കരുതലോടെ ഇരിക്കണം. എപ്പോഴും സെൽഫോണിൽ കളിച്ചുകൊണ്ടിരിക്കരുത്. സമയം പാഴാക്കാൻ പാടില്ല. കർത്താവായ യേശു എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിന് സാക്ഷിയായിരിക്കുന്നു എന്ന് പറഞ്ഞാലാണ് അനുഗ്രഹം. വലിയവരും എന്റെ പോക്കിലും വരവിലും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് ദൈവത്തെ ഭയപ്പെട്ട് പാപത്തിൽ നിന്നും അകന്ന് ജീവിക്കണമെന്ന് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതാണ്. സമർപ്പിക്കുമോ? ദൈവമേ, അങ്ങയെ ഭയപ്പെടുന്ന ഭയത്തെ എനിക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും തരണേ, എന്റെ മക്കൾക്കും തരയണമേ. ഞങ്ങൾ യഹോവയെ ഭയപ്പെട്ട് ദുഷ്കാര്യങ്ങളിൽ നിന്നകന്ന് പാപത്തിൽ നിന്നകന്ന് ജീവിക്കാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. എന്റെ കുടുംബത്തിലെ വലിയവരെയും ചെറിയവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.